എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മുത്തശ്ശൻ നവ്യയോട് പറയുന്നുണ്ട്, മോള് വരുന്നതിന് മുമ്പ് മോളെപ്പറ്റി തന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇനി അങ്ങോട്ട് നിനക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ അവൻ ഇനി നന്നാവുമോ എന്നറിയത്തില്ല. അവൻ്റെ സ്വഭാവം ഇങ്ങനെയായി പോകാനുള്ള കാരണം അവൻ്റെ അമ്മ കൂടിയാണ്. അവൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വക്രബുദ്ധി അതുപോലെ അവന് കിട്ടിയിട്ടുണ്ട്. ആ ബുദ്ധി വെച്ച് അവൻ ഇനിയും ഈ കുടുംബത്തെ തകർക്കാതിരിക്കാൻ മോൾക്ക് പറ്റുന്നതെല്ലാം മോള് ചെയ്യണം. മോൾക്ക് എല്ലാ സപ്പോർട്ടും തന്ന് ഈ വീട്ടിലുള്ള ബാക്കി എല്ലാവരും കൂടെ ഉണ്ടാകും. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഞാനത് ഇതിനു മുമ്പേ തീരുമാനിച്ചതാണ് മുത്തശ്ശ. അതുകൊണ്ട് തന്നെ അവൻ ഈ വീട് വിട്ട് പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ടേ പോവുള്ളൂ. അതിനുള്ളതൊക്കെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് കയറി പോകുന്നു. അതിനിടയ്ക്ക് ദേവയാനിയും പറയുന്നുണ്ട്, അവൻ കുഞ്ഞിലെ ഒരുപാട് തല്ല് മേടിച്ചതാണ് അവൻ്റെ ഈ സ്വഭാവം കൊണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അവൻ മാത്രം നന്നായില്ല, എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും നവ്യ മുകളിലോട്ട് കയറി ചെല്ലുമ്പം ജലജ മുഖത്തിട്ട് നല്ല ഒന്നാന്തരമായിട്ട് അടി വെച്ച് കൊടുത്തായിരുന്നല്ലോ. ആ മുഖമൊക്കെ തടവി അഭി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അടുത്തോട്ട് ചെല്ലുമ്പോൾ നീ വന്നോ എന്നിങ്ങനെ വിഷമത്തോട് ചോദിക്കുക. അന്നേരം എന്താടാ നിൻ്റെ മുഖത്ത് ഒരു ചുമന്ന പാട്, ആരാ നിന്നെ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തായിട്ടാണ് എന്നെ തല്ലിയത് എന്ന് പറയും. അന്നേരം എന്താ സംഭവം എന്ന് ചോദിക്കുമ്പം ഞാൻ ഇന്ന് അച്ഛനെ പുറത്ത് വെച്ച് കണ്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരൂടെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം അമ്മയെ വിളിച്ച് ആരോ പറഞ്ഞു, ഏതോ വിവരദോഷി പറഞ്ഞു. അത് ഈ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ട പാടെ അമ്മ അങ്ങോട്ട് വന്നു, ആകെ പ്രശ്നമായി. അതിൻ്റെ പേരിൽ അടിച്ചതാണ് എൻ്റെ മുഖത്ത് എന്നിങ്ങനെ പറയുന്നു. അന്നേരം നവ്യ ചോദിക്കും, നിൻ്റെ അച്ഛനെ നീ കണ്ടു എന്ന് കരുതി നിൻ്റെ അമ്മ എന്തിനാ ഇനി മാത്രം ദേഷ്യപ്പെടുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് നിൻ്റെ അച്ഛൻ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പം ആർക്കറിയാം, ഏതായാലും അമ്മയ്ക്ക് അച്ഛനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അതെന്താണ് എന്നറിയില്ല എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് തെറ്റുകാരി നിൻ്റെ അമ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന്. അന്നേരം അഭി പറയും, എനിക്കും അങ്ങനെ തോന്നി. പിന്നെ ഈ വിഷയത്തിൽ ഇളയമ്മാവനും അമ്മായിക്കും ഒക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അവരും ഇത്രത്തോളം അച്ഛൻ്റെ കാര്യം പറയുമ്പം ദേഷ്യപ്പെടുന്നത്. ഇനിയിപ്പോൾ ആരൊക്കെ ദേഷ്യപ്പെട്ടാലും എൻ്റെ അച്ഛനെ മറക്കാനോ മാറ്റി നിർത്താനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അഭി പറയുമ്പം നവ്യം പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യം എന്താ? നമുക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പം ആ മനുഷ്യനല്ലേ നമ്മളെ സഹായിച്ചത്. അതുകൊണ്ട് നീ അങ്ങേരെ കാണുവാണെങ്കിൽ, നിൻ്റെ അച്ഛനെ കാണുവാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പം നമ്മളെ താങ്ങി നിർത്തിയത് അദ്ദേഹമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അതിനിടയ്ക്ക് അഭിയോട് ചോദിക്കുകയാണ് നവ്യ, എടാ ഈ പറയുന്ന പോലെ നിൻ്റെ അനിയത്തിയും നിൻ്റെ അച്ഛനെ കാണുന്നുണ്ടോ? ഇനിയിപ്പോൾ അവളും ഇതൊക്കെ മറച്ചു വെക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പം അഭി ഇങ്ങനെ മനസ്സിലോർക്കുവാണേ, ഇവൾ എൻ്റെ കൂടെ ആണെങ്കിൽ പോലും എല്ലാം തുറന്ന് പറയണ്ട എന്ന്. എന്നിട്ട് പറയും, ഇല്ല അവൾ കാണുന്നൊന്നും ഇല്ല എന്ന്. അന്നേരം നവ്യ പിന്നെയും ചോദിക്കും, പിന്നെ എന്താ നീ ഇടയ്ക്ക് പറഞ്ഞത് അവൾ നല്ല കുട്ടിയായിട്ട് അഭിനയിക്കുന്നതാണ്, ഇതൊക്കെ ഇവിടെ ഉള്ളവരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നൊക്കെ, അതെന്തായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം അഭി പറയുന്നുണ്ട്, അതല്ലെന്നേ, അവൾക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം അവളുടെ വിവാഹം എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ നല്ല കുട്ടിയായിട്ട് അങ്ങ് നിൽക്കുന്നതാ, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ അനിയെ വിവാഹം കഴിക്കണമെന്നും അവൾക്കുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം നവ്യ പറയും, അവൾ ഇങ്ങോട്ട് വന്ന സമയത്ത് അനിയെ വിവാഹം കഴിക്കണമെന്നൊന്നും അവൾ പറഞ്ഞില്ലായിരുന്നു. നവീനെ വിവാഹം കഴിക്കാൻ അവൾക്ക് താല്പര്യമായിരുന്നു. അതുകൊണ്ട് അനിയെ വിവാഹം കഴിക്കാൻ വേണ്ടി അവൾ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം വരില്ല എന്ന് പറയുമ്പം, ഏതായാലും അവളുടെ വിവാഹം ആര് നടത്തിയാലും നല്ല രീതിയിൽ നടത്തണമെന്ന് അവൾക്കുണ്ട്. അതുകൊണ്ട് അവൾ അങ്ങനെയൊന്ന് അഭിനയിച്ചതാണ്, അല്ലാതെ അവൾ അച്ഛനെ ഒന്നും കാണുന്നില്ല എന്ന് പറയും. അന്നേരം നവ്യ ചോദിക്കും, ഈ AN ജ്വല്ലറിയിലെ അവന്തികയാണോ എന്ന്. അന്നേരം അവന്തികയൊന്നുമല്ല, അഭിയ. എന്നെ ആരാണ് എന്നറിയാവോ എന്ന് ചോദിക്കുമ്പം നവ്യ സംശയം എന്താ, അത് നാഗേന്ദ്രൻ അല്ലേ എന്ന് ചോദിക്കും. അന്നേരം അഭി പറയും, അല്ല, എന്നെ നവ്യ എന്നാണ്, അഭി ആൻഡ് നവ്യ എന്നുള്ള അർത്ഥത്തിലാണ് AN ജ്വല്ലറി എന്ന അച്ഛൻ പേരിട്ടേക്കുന്നത് എന്നൊക്കെ അഭി പറയുമ്പം നവ്യ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, എടാ നിൻ്റെ ഉടായ്പ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നിൻ്റെ അച്ഛനെ പറ്റി നീ എന്നോട് ഒരുപാട് പുകഴ്ത്തി പറയരുത്, എനിക്ക് എല്ലാത്തിനെയും നന്നായിട്ട് അറിയാമെന്ന്. ഏതായാലും ഈ സംഭാഷണം എല്ലാം കഴിഞ്ഞ് നവ്യ നേരെ ജലജയുടെ അടുത്തോട്ട് വരും. എന്നിട്ട് ജലജയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണേ, അമ്മ എന്തിനാ അഭിയെ തല്ലിയത്, അതിൻ്റെ കാരണം എന്താ, അവൻ്റെ അച്ഛനെ കണ്ടു എന്ന് കരുതി ഇത്രയും വലിയ തെറ്റാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, നിന്നോട് ആ ജ്വല്ലറിയിൽ ജോലിക്ക് പോകരുത്, അവരുടെ മോഡലാകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. അതുകൊണ്ട് അനുസരണയില്ലാതെ അലഞ്ഞു നടക്കുന്ന നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മകനെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പം നവ്യ പറയും, എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകാരി അമ്മയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും, നീ എന്നാടിയെ പറഞ്ഞത് എന്ന് ചോദിച്ച് തല്ലാൻ ചെല്ലുക. അന്നേരം നവ്യ ആ കയ്യെല്ലാം കയറി പിടിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, അഭിയെ തല്ലിയ പോലെ എന്നെ തല്ലാൻ വരണ്ട, അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം തിരിച്ചും
ദേഷ്യം കിട്ടിയിരിക്കും. അത് സഹിക്കാമെങ്കിൽ ഇങ്ങോട്ട് തല്ലാൻ വന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പം അബിയുടെ അച്ഛനാണ് ഞങ്ങളെ സഹായിച്ചത്. എനിക്കൊരു ജോലി തന്നത് പോലും അദ്ദേഹമാണ് എന്ന് പറയുമ്പം ജലജ ചോദിക്കും, ഇതിനു മുമ്പ് നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്, നിന്റെ കഴിവുകൊണ്ട് ജോലി കിട്ടിയെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയും, അതെ അങ്ങനെയാണ് ഞാൻ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതല്ലായിരുന്നു എന്നും ആ സമയത്ത് എന്നെ സഹായിക്കുമായിരുന്നു അബിയുടെ അച്ഛൻ ചെയ്തത് എന്നും എനിക്കിപ്പം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള ആർക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ അദ്ദേഹമായിട്ട് സഹകരിക്കും. അതിന് ഇനി ആരും ഇടങ്കോലിടാൻ വരണ്ട, ഞങ്ങൾ അനുസരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോകുമ്പം ഭയങ്കര ദേഷ്യത്തിലിരിക്കുവാണ് ജലജയെ. പിന്നെ ഗോവിന്ദനെയും കനകയൊക്കെയാണ് കാണിക്കുന്നത്. അവർക്ക് ഭയങ്കര വിഷമം നവ്യയുടെ വിവാഹം ഇങ്ങനെ ആയിപ്പോയതിൽ. എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, നവ്യയ്ക്ക് ആകെ 10-25 വയസ്സേ ഉള്ളൂ, ഈ പ്രായത്തിൽ അവളുടെ കെട്ടുതാലി മുറിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ വിഷമമാണ് എന്ന്. അന്നേരം കനക ചോദിക്കും, എന്ന് കരുതി ആ ദുഷ്ടൻ്റെ ജീവിതത്തിൽ ഇനിയും അവളെ കടിച്ചു തൂങ്ങി കിടക്കണം എന്നാണോ ഗോവിന്ദേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അന്നേരം അങ്ങനെയല്ല, പക്ഷെ അവൾക്ക് ഒരു കുടുംബജീവിതം ഉണ്ടാകണ്ടേ എന്നിങ്ങനെ ചോദിക്കുക ഗോവിന്ദൻ. അന്നേരം നയന പറയും, അതൊക്കെ അനന്തപുരിക്കാർ നോക്കിക്കോളും, ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇനിയിപ്പം അഭിയായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തേണ്ടി വന്നാലും ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടാനുള്ളതൊക്കെ ആദർശേട്ടൻ ചെയ്തോളും എന്നൊക്കെ പറയുവാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് ആദർശ് വരുന്നു. അന്നേരം ആദർശിന് ഭയങ്കര സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ദിവസം, എല്ലാവരും അടിച്ചു പൊളിച്ചോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം വലിയ കുഴപ്പമില്ലാണ്ട് പോയി എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട്, ഇനി നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ നടത്തേണ്ടത് നവീൻ്റെയും നന്ദുവിൻ്റെയും വിവാഹ നിശ്ചയമാണ്, അതും നമുക്ക് ഉടനെ തന്നെ നടത്തണമെന്ന്. അന്നേരം നന്ദു പറയും, എനിക്ക് ഉടനെ വിവാഹ നിശ്ചയമൊന്നും വേണ്ട എന്ന്. അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് കനക. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇത്രയും നല്ലൊരു ആലോചന വന്നിട്ട് അതിങ്ങനെ വെച്ച് ഉഴപ്പാനൊന്നും പറ്റില്ല, അത് നമുക്ക് നല്ല രീതിയിൽ നടത്തണം എന്ന് പറയുമ്പം ആദർശ് ചോദിക്കും, അത് നടത്തുന്നതിന് മുമ്പ് നന്ദുവിൻ്റെ ഇഷ്ടം കൂടി നോക്കണ്ടേ, അവളുടെ പൂർണ്ണ സമ്മതത്തോടെ നിശ്ചയം നടത്തിയേ പോരെ എന്ന് ചോദിക്കുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇങ്ങനൊരു ആലോചന ഇനി വരികയില്ല, നവീൻ്റെ അമ്മ ഈ വിവാഹത്തിന് സമ്മതിക്കത്തില്ല എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ അവരും സമ്മതിച്ചു, അവരിവിടെ വന്ന് പെണ്ണ് ചോദിക്കുകയും ഒക്കെ ചെയ്തു. ആ സ്ഥിതിക്ക് ഇത്രയും നല്ലൊരു ബന്ധം കൈവിട്ട് കളയാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വിവാഹം നിശ്ചയമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അന്നേരം ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുവാണല്ലോ നന്ദു. അതുകൊണ്ട് നയന പറയും, നീ വിഷമിക്കേണ്ട, നീ ആരുടെ ഒപ്പമാണ് ജീവിക്കേണ്ടത് എന്ന് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ആളെ നിൻ്റെ കഴുത്തിൽ താലി കിട്ടുകയുള്ളൂ, അങ്ങനെ നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് നയനയും ആദർശൂടെ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും കനക ദേഷ്യപ്പെട്ട് നന്ദുവിനോട് ചോദിക്കുക, നീ എന്തിനാണ് ഈ ആദർശം വന്നപ്പോൾ വലിയ സങ്കടം അഭിനയിച്ച് നിൽക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, നവീൻ മോൻ എന്നാ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം ഗോവിന്ദനും പറയുന്നുണ്ട്, മോളെ ഞങ്ങളെ വെറുതെ ടെൻഷൻ ആക്കരുത്, ഈ വിവാഹാലോചന വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്, ഈ വിവാഹം നടക്കണം, മോൾക്ക് ഇതിലും നല്ലൊരു ബന്ധം ഇനി വരില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം കനക എടുത്തു വായിക്ക് പറയുക, എടി ആ വീട്ടിലോട്ട് കയറി ചെല്ലാൻ എന്തെങ്കിലും യോഗ്യത നിനക്കുണ്ടോ, ഇല്ലല്ലോ, എന്നിട്ടും ഇങ്ങനൊരു ആലോചന വരുമ്പോൾ അത് നടത്തുമല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഒരു യോഗ്യതയില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ആ ബന്ധം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്ന്. അന്നേരം ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കനക ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ നയനയും ആദർശിനെയും തന്നെ കാണിക്കുന്നു. അവർ പോകുന്ന വഴിക്ക് സംസാരിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അതിനെപ്പറ്റി അബിക്കോ അബിയുടെ അമ്മയ്ക്കോ അറിയത്തില്ല, ഏതായാലും നവ്യയുടെ തീരുമാനമായിരുന്നു കറക്റ്റ്, കുറച്ച് കാലം അനഘയും കുഞ്ഞും നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കട്ടെ, ആ ഒരു സമയത്ത് അബിക്കുണ്ടാകുന്ന ആ ശ്വാസമുട്ടൽ, അതുപോലെ അബിക്കും അവൻ്റെ അമ്മയ്ക്കും ഒക്കെ ഉണ്ടാകുന്ന ആ ശ്വാസമുട്ടൽ കണ്ട് നവ്യ ഒന്ന് സന്തോഷിക്കട്ടെ, ആ ഒരു അവസരമെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയും. അത് കഴിഞ്ഞ് അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പം ഇന്ന് ഡിസ്ചാർജ് ആട്ടോ, എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെയുള്ള ചേച്ചി. അന്നേരം നിങ്ങളിനി പോയിട്ട് എന്നാ വന്നെ എന്നൊക്കെ ചന്തമോളോട് ആ ചേച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ആദർശം നയനയും കൂടെ ചെല്ലും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അനഘയ്ക്ക് വേണ്ടി പുതിയൊരു വീട് അവിടെ എടുത്തിട്ടിട്ടുണ്ട്, അതുപോലെ അനഘയെ നോക്കുന്ന ഈ ചേച്ചിയെ കൂടാതെ നയനയെ നോക്കിയ എലിസബത്ത് ചേച്ചിയില്ലേ, ആ ചേച്ചിയും കൂടി ഇനി വരും, അപ്പോൾ പിന്നെ കുറച്ചുകൂടി എളുപ്പമുണ്ട് അനഘയുടെ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് നോക്കാൻ എന്ന് പറയും. അന്നേരം ആ ചേച്ചിയും പറയുന്നുണ്ട് കേട്ടോ, അതേതായാലും നന്നായി, ഒരാളൂടെ കൂട്ടുള്ളത് എനിക്ക് ഒരു സഹായമാണ് എന്ന്. അന്നേരം നയന പറയുന്നുണ്ട്, ആ പുതിയ വീട്ടിലേക്ക് ഉടനെയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് കാലം നമുക്ക് അനന്തപുരിയിൽ പോയി നിൽക്കാം, അവിടെ കുറച്ച് ദിവസം നിന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്നൊക്കെ പറയുന്നു. പിന്നെ ആദർശ് ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ്. അന്നേരം അനഘയുടെ മുഖത്ത് ആകെ സങ്കടമാണ്. അന്നേരം നയന പറയുന്നുണ്ട്, വിഷമിക്കൊന്നും വേണ്ട, അനഘയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞങ്ങൾ നോക്കിക്കോളാം, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അനഘയ്ക്ക്, നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കുകയും ചെയ്യാം എന്നൊക്കെ പറയുന്നു. അന്നേരം ആ കൂടെയുള്ള ചേച്ചിക്ക് ചെറിയ പേടിയുണ്ട്. അന്നേരം അവർ ചോദിക്കുന്നുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയാൽ ശരിയാകുമോ മോളെ, അവിടെ ഒരു ദുഷ്ടനും അവൻ്റെ അമ്മയും ഉള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം, ആ ദുഷ്ടനും അമ്മയും മാത്രമല്ല, അതല്ലാതെ ആ വീട്ടിൽ വേറെയും ഒരുപാട്
ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഒരു പേടിയുടെ ആവശ്യമില്ല, നമുക്ക് അങ്ങോട്ട് പോകാം എന്നൊക്കെ പറയുന്നു. ഈ സമയം ദേവയാനി അനഘയ്ക്ക് കിടക്കാനുള്ള റൂമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അന്നേരം അങ്ങോട്ടേക്ക് ജലജ വരും. എന്നിട്ട് എന്തിനാ റൂം റെഡിയാക്കുന്നത്, ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് ആദർശ് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ റൂം വൃത്തിയാക്കിയിടുന്നത് എന്ന് പറയുമ്പം ഗസ്റ്റ് ആരാ എന്ന് ചോദിക്കും ജലജ. അന്നേരം ആരാണ് എന്നറിയത്തില്ല, വരുന്നുണ്ടെന്ന് മാത്രമേ അവൻ പറഞ്ഞോളൂ എന്ന് പറയുമ്പം ജലജ ചോദിക്കും, സാധാരണ ഗസ്റ്റൊക്കെ വന്നാൽ തിരിച്ചു പോകുമല്ലേ, ഇതെന്താ ഇവിടെ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പം അതും എനിക്കറിയത്തില്ല എന്ന് പറയും. അന്നേരം ചോദിക്കും, കനകയാണോ വന്നേയെന്ന്. അന്നേരം ദേവയാനി തിരിച്ചു ചോദിക്കും, കനകയെ വരുന്നെങ്കിൽ ഞാൻ എന്തിനാ റൂം വൃത്തിയാക്കിയിടുന്നത്, അത് നയനമോള് തന്നെ ചെയ്യല്ലേ, ഇതൊന്നുമല്ല വേറെ ആരോ ആണ് എന്ന് പറയുവാണേ. അന്നേരം ഭയങ്കര സംശയങ്ങളാണ് ജലജയ്ക്ക്. ജലജ അവിടെ നിന്ന് ഇറങ്ങി നേരെ നവ്യയുടെ അടുത്ത് വരും. എന്നിട്ട് നവ്യയോട് ചോദിക്കും, ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, അതാരാണ് എന്ന് നിനക്കറിയാവോ എന്ന്. അന്നേരം ഇല്ല, ആരാ വന്നേമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ എന്നൊക്കെ നവ്യ അങ്ങോട്ട് ചോദിക്കുവാണ്. അന്നേരം ആരാണ് എന്നൊന്നും അറിയത്തില്ല, ഏതായാലും ഗസ്റ്റ് വന്നിട്ട് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, അതാന്ന് തോന്നുന്നു റൂമൊക്കെ വൃത്തിയാക്കിയിരുന്നത്. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ബാക്കി എല്ലാവർക്കും അറിയാം, നമുക്ക് കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തില്ലാത്തുള്ളൂ, ഇവരെന്തൊക്കെയോ നമ്മളോട് ഒളിക്കുന്നുണ്ട് എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. ഏതായാലും വരുമ്പോൾ ആരാണെന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങ് പോകാൻ തുടങ്ങുമ്പം നവ്യ, ഇനിയിപ്പോൾ ആ നാഗേന്ദ്രനാണോ വരാൻ ഇരിക്കുന്നത് എന്നിങ്ങനെ പറയുക. അധികം ജലജയുടെ ഭാവമൊക്കെ അങ്ങ് മാറും. ജലജ അകത്തോട്ട് വന്നിട്ട്, നിന്നോട് ആരാടി ആ പേര് ഇവിടെ പറയാൻ പറഞ്ഞത്, ഈ വീട്ടിൽ നിന്നും ആട്ടി ഇറക്കി വിട്ടതാണ് അവനെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കേണ്ട കാര്യമൊന്നും ആദർശനില്ല, അതുകൊണ്ട് മേലൽ അവൻ്റെ കാര്യം ഈ വീട്ടിൽ മിണ്ടിയേക്കരുത് എന്നൊക്കെ പറയുന്നു. അന്നേരം നവ്യ, അതിന് എന്നോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നത്, ഇനി അങ്ങനെ എങ്ങാനും ആണെങ്കിലോ എന്ന് ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് ജലജ പറയുവാണ്, നീ നോക്കിക്കോ, ആ വരുന്ന ഗസ്റ്റിനെ കൊണ്ട് നിനക്ക് ഒരു മനസ്സമാധാനവും കിട്ടിയില്ല, എൻ്റെ ഈശ്വര ഇവൾക്ക് ഒരു മനസ്സമാധാനം കൊടുക്കരുതേ ആ ഗസ്റ്റ് വന്നു കഴിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പ്രാഗി നേർന്ന് ഇറങ്ങി പോവുകയാണ് ജലജ. അന്നേരം നവ്യ ഇങ്ങനെ മനസ്സിലോർക്കുക, ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, ഈ ഒരു കാര്യത്തിൻ്റെ പിന്നിൽ കളിച്ചതുപോലെ ഞാനാണ്, അതൊക്കെ അമ്മയ്ക്കും മോനും താമസിക്കാതെ മനസ്സിലായിക്കോളും എന്ന്. അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന നവ്യ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.